മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മുട്ടയൊന്നുമില്ലാതെ അതുപോലെ തന്നെ ഓവനും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായ രീതിയിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ മിക്സറിൻ്റെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തണുത്ത പാലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ടുണ്ട്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അതിൽ 1 കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിന് ആ ഒരു രുചി കിട്ടുന്നത് കസ്റ്റേർഡ് പൗഡറിൻ്റെതാണ്. അപ്പോൾ ഇത് ചേർക്കുക. പിന്നെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കാം. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഓയിലൊന്ന് നല്ല പോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം മൈദ ഇട്ടിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ഡസ്റ്റ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള മൈദ ഡസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി മറക്കരുത്. നമ്മളുടെ ടിന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ടിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് നേരത്തെ ചേർത്ത് കൊടുക്കാം, ഞാനിവിടെ ചേർക്കാൻ മറന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് വേണം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ ടാപ്പ് ചെയ്തെടുക്കുക. ഓവനൊന്നും ഇല്ലാതെയാണ് ഇതിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഈ ഒരു പാത്രം കേടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പില്ലാതെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ഒരു ഓവൻ സെറ്റപ്പ് 5 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം വേണം ഈ ഒരു കേക്ക് ടിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിലല്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. 35 മിനിറ്റ് ആകുമ്പോഴാണ് ഞാനിതിപ്പോൾ തുറന്ന് നോക്കിയത്. കേക്ക് നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഈ ഒരു കേക്കിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. അരികുകൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ മുറിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിരിക്കുന്നത്. മുട്ടയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കസ്റ്റേർഡ് പൗഡറിൻ്റെ ഫ്ലേവറാണ്. നിങ്ങൾക്ക് കസ്റ്റേർഡ് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കസ്റ്റേർഡ് പൗഡർ ഒഴിവാക്കിയാൽ മതി. പാലിൻ്റെ അളവും കുറച്ചാൽ മതി. അപ്പോൾ നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് കിട്ടും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.